പോയി ഒരു കുട്ടിയോട് സംസാരിച്ചു. കുട്ടിക്ക് ഇപ്പൊ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സംഭവിച്ചെന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇങ്ങനെ തെറ്റായ വാർത്തകൾ വരുത്താൻ ശ്രമിക്കുന്നത്? ഇത് ശരിയായ ഒരു കാര്യമല്ല. അതിന് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സമയം ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ റെസ്ക്യൂ നടക്കട്ടെ. ഇനിയും എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സവുമില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ചോദ്യം ചോദിച്ചതാണ്, എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു? 1.5 മണിക്കൂർ കഴിഞ്ഞു, എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിച്ചതാണ്. അതേപോലെ ചോദ്യങ്ങൾ പൊതുപ്രവർത്തകർ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്. ആരും ഞങ്ങള് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. പൊതുപ്രവർത്തകർ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അറിയാനാ. നമുക്ക് ആ പുറത്തുപോയ ഒരു ലേഡിയാന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിന് അന്വേഷണം നടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഇവർക്ക് രഹസ്യമായ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. ഞാനിപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അങ്ങനെ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയില്ല, ആരാണെന്നറിയില്ല, എന്താ സാഹചര്യം എന്നറിയത്തില്ല. അതിലേക്ക് എത്തട്ടെ. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല. എത്ര മണിക്കൂർ വൈകി? അവിടുന്ന് ആളെ എടുക്കുവാൻ വേണ്ടി എത്ര സമയം എടുത്തു? ആര് ഉത്തരവാദിത്വം പറയും? അതറിയില്ല. അത് ആ റെസ്ക്യൂ വർക്ക് നടക്കട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം പൊളിഞ്ഞു വീണ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ചാണ്ടി ഉമ്മന്റെ അടക്കം പ്രതികരണമാണ്. ഇപ്പോൾ അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു, ഒരുപാട് പേര് അതിനകത്തുണ്ട് എന്നുള്ള കാര്യമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഇപ്പോൾ